ഇനി നമ്മുടെ ചോര നീരാക്കി മുതലാളി സൂഹിക്കണ്ട. പട്ടിണി കിടന്നാലും വേണ്ടില്ല. ഇനി അവന്റെ ഇപ്പണി നമുക്ക് വേണ്ട. ഒന്ന് ചത്താ മറ്റൊന്ന് വരും. ഉപതെരഞ്ഞെടുപ്പെന്നും പറഞ്ഞ് പിരിവിന് വരും. ആ ഒരു ശല്യമേ ഉള്ളൂ. അയ്യോ, ഇത് അവിടെ കൊണ്ടും തീരില്ല മുതലാളി. കുടുംബ സഹായം വേണ്ട, രക്തസാക്ഷി ദിനാചരണം. മന്ത്രിയുടെ പാർട്ടിക്ക് കിട്ടിയ ആദ്യത്തെ രക്തസാക്ഷി അവര് വിടുമോ? ആഘോഷം കലക്കും. പട്ടണം മുഴുവൻ ബൾബായിരിക്കും സർക്കാർ ചെലവില്. ആ കാര്യമൊക്കെ അവര് നോക്കിക്കോളും കുറുപ്പേ. ചാരായം കിട്ടാൻ നമ്മളെന്താ ചെയ്യുക? ഞങ്ങളുടെ ചോര കുടിക്കാൻ ഇനിയും മുതലാളി കൊതിക്കണ്ട. എന്താ എന്നാണ് അവര് പറയുന്നത്. ചോദിച്ചപ്പോ കുറച്ച് ചാടുകയല്ലേ, കലവും പാത്രമൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുകയല്ലേ. ഭൈരവി നിർത്തി അവിടെ ഒന്ന് വിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഇളക്കം, കൺഫ്യൂഷൻസ്. ഭൈരവിയായാലും ഭദ്രകാളിയായാലും ഏറെ തുള്ളിയാൽ ആ കാടെ ഞാൻ കരിച്ചുകളെ. അതിന് കഴിയുമോ മുതലാളി? കാടുണ്ടായിട്ട് വേണ്ടേ കരിക്കാൻ? അതൊക്കെ എന്നേ ആമ്പിള്ളേര് കടത്തി. കുറുപ്പേ, ആ നീർക്കോലി മാധവനെത്താൻ കാണാറുണ്ടോ? അവശ്യവാറ്റുകാർക്ക് വേണ്ടിയുള്ള പെൻഷന് സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹത്തിന് പോകണമെന്ന് പറഞ്ഞിരിക്കുക. അവനെ കൈ കിട്ടിയ നമ്മുടെ തൊഴിലാളികളെ കൊണ്ട് തന്നെ അങ്ങ് വാറ്റിക്കാം. അവൻ ഇന്നെ തപ്പിയെടുക്കാം. പക്ഷെ ഏത് മാളത്തിലായി നീർക്കോലി ഉണ്ടാകുക? ദാറ്റ് ഈസ് ദ പ്രോബ്ലം. പ്രോബ്ലം ഒന്നുമില്ല, താൻ ചെല്ലേ. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഇതെന്താ മത്സ്യത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത്? അല്ലാതെ മനുഷ്യന് പിടിച്ചു നോക്കൂ. ഇതൊരു തരം ടെസ്റ്റാ. മീൻ മയക്കം പിടിച്ചു വരുന്ന കണക്ക്. പിടിച്ചു വരുന്നുണ്ട്. സയന്റിഫിക്കാ. കണ്ടോ, മീൻ ചത്തു തുടങ്ങി. എന്നിട്ട് ഈ മദ്യവർജനക്കാർ പറയുന്നത് എന്താ? മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. നേരെ ചൊവ്വയും വയറ്റിനകത്ത് എന്ന വയറ്റിലുള്ള സകല കൃമികീടങ്ങളും ഇതുപോലെ അങ്ങ് ചത്തുവന്നു. ഇവനെ ഓരോ തുള്ളി വീതം ഓരോ ഡ്രം വെള്ളത്തിൽ ഒഴിച്ചാൽ മതി. ഇവനെ മലയിൽ വാറ്റണ ചാരായം അല്ല, അവന്മാരുടെ ചാരായം നമ്മുടെ മുതലാളിക്കൊട്ട് ആവശ്യമില്ല. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. ആൾക്കാരെ കൃമിയൊക്കെ ചാവട്ടെ. ഞാൻ പോവാ. അയ്യോ 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 കണ്ണ് അയ്യോ എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല. വിഷമത്യം തന്നെയാ മരണകാരണം. പ്രാഥമിക റിപ്പോർട്ട് അതാ. ഓഹോ സാർ, ഇവര് അമരമല ഷാപ്പിൽ നിന്നാ കുടിച്ചിരിക്കുന്നത്. പുന്നവീട്ടിലെ കാഞ്ഞിരക്കോട്ടയിലെ ഷാപ്പിൽ നിന്ന് ചത്തോരെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എല്ലാം നമ്പീസ് മുതലാളിയുടെ ഷാപ്പുകളാ സാർ. മുൻകൂർ ജാമ്യം കിട്ടി. ഞാൻ വന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനല്ല, കേസ് നിങ്ങളുടെ പേർക്ക് തിരിയും എന്ന് വിവരം തരാൻ. വിഷമദ്യം കഴിച്ച ആളുകൾ മരിച്ചെന്ന് കേട്ടപ്പോ തന്നെ ഞാൻ ഉദ്ദേശിച്ചു. ശാന്തപ്പനാണ് കേസിന്റെ ചാർജ്. അതെനിക്ക് പേടിയുള്ളൂ. അതിന് ഞാൻ എന്തിനു പേടിക്കണം?
വിഷച്ചാരായ എനിക്കൊരു ബന്ധവുമില്ല. നിങ്ങളുടെ കടകളിൽ നിന്നാണ് വിറ്റിരിക്കുന്നത്. അതൊക്കെ തൊഴിലാളികൾ ചെയ്ത വേലയാ. ഞാൻ അറിയാതെ അവര് കള്ളവാറ്റി ചേർത്ത് വിറ്റു. ആ നന്ദിയുള്ള എന്റെ തൊഴിലാളികൾ കുറ്റം ഏറ്റെടുത്ത് കേസിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിക്കോളും. ഞാൻ വാറ്റ് പഠിപ്പിച്ച കാടമ്പാറയിലെ ആളുകളിൽ നിന്ന് ഞാൻ അറിയാതെ അവര് നേരിട്ട് വാങ്ങി വിറ്റതാണെന്നാ മൊഴി കൊടുക്കുക. ആ മനസാ വാചാ കർമ്മണ. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. ആരാന്ന്? സാറിനെ കാണാൻ വന്നതാ. എന്താ കാര്യം? വിഷച്ചാരായം കുടിച്ച് ആളുകൾ കുറെ ചത്തില്ലേ, മാറ്റിയത് ഞാനാ സാർ. ആ സാറേ, നമ്പീശ മുതലാളി പറഞ്ഞിട്ട് ഡിപ്പോയിലാ മാറ്റിയത്. നേരാണോ നീ പറയുന്നത്? സ്വന്തം തടി കേടാക്കി ഒരു നുണ പറഞ്ഞിട്ട് എന്താ കാര്യം സാറേ? ഇത്രയും പേര് മരിച്ചപ്പോ മനസ്സടങ്ങാതെ വന്ന് പറയണതാ. നിനക്കിത് കോടതിയിൽ പറയാൻ ധൈര്യമുണ്ടോ? എന്നെ കഴിവനത്തി കയറ്റി നിർത്തിയാലും ഞാൻ ഈ സത്യം പറയൂ സാറേ. ഞാൻ പറയുന്നത് സത്യമാണ്. സത്യം പറയുന്നത് നല്ലത്. മുതലാളിക്ക് ഒരു ബന്ധമില്ല സാർ. കാടമ്പാറയിൽ നിന്ന് ഞങ്ങളായിട്ട് വാങ്ങി ചേർത്ത് വിറ്റതാ. അല്ല, ഇതിവിടെ ഉണ്ടാക്കിയാണെന്ന് എനിക്കറിയാം. പറ, തൂണ്ടി എവിടെ വിളിച്ചിരിക്കുന്നത്? സാറെ രക്ഷിക്കണം. കാടമ്പാറയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചപ്പോ ചാരാണെന്ന് പറഞ്ഞപ്പോ ഈ സാറ് വിശ്വസിക്കുന്നില്ല. ഓഹോ, തെളിവുകൾ സ്വന്തക്കാർക്കെതിരായി വന്നപ്പോ അടിച്ച് സാക്ഷിമൊഴി മാറ്റിക്ക. എനിക്ക് വ്യക്തമായി അറിവേണ്ടിയതാ. സാക്ഷ്യം ഞാൻ ഹാജരാക്കാം. എങ്കിൽ ആദ്യം അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തല്ലോ. എന്തിനാ സാറേ ഞങ്ങളിപ്പോ വാച്ച് നിർത്തി? പിന്നെ ആരാണ് കഴിവരെ വർഷക്കാരെ മാറ്റിയത്? ആ തെളിവ് നശിപ്പിക്കാനല്ലേ മാധവനെ കൊന്നത്? മോളെ, മാരനും ശങ്കരനൊക്കെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. ഞാൻ ഒരുത്തുകാരനല്ലേ നിങ്ങളെ വേദനിക്കുന്നത്? ഞങ്ങളെ കൊന്നാലും മോളെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അമ്മേ, ആ മോളെ പാവങ്ങളാണേലും ഞങ്ങൾ കൂറുമറക്കുന്നവരല്ല. പോലീസ് പിടിച്ചോണ്ട് പോയവരെ രക്ഷിക്കാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. വേണ്ട ചേച്ചി, ചേച്ചി പോയാ അവര് പിടിക്കും. ഇല്ല, മോളെ ഞങ്ങൾ വിടൂല. എന്നെ തടയരുതമ്മേ. ഞാൻ പോട്ടെ. എന്നാ ഞാനും വരുന്നുണ്ട് കൂടെ. വരണേ നമുക്ക് ഒന്നായിട്ട് അനുഭവിക്കാം. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. നീ പോയി കുടിയിലുള്ളവർ വിളിച്ചിട്ട്. ഞാൻ പറയിക്കും. പറ്റി ഞങ്ങളാണെന്ന് പറ. ഞങ്ങളല്ല സാറേ, ഞങ്ങളാക്കുന്നു. നിങ്ങൾ പറയില്ലല്ലേ? അത്രയ്ക്കായി മറ്റവരുടെ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ട്. നന്നായി. ഇനിയുള്ളത് അവരുടെ മേലാകാം. അവരെ തച്ചും തലോടിയും ഇവരെ കൊണ്ട് സത്യം പറയിക്കും.